നമുക്കൊന്ന് കാടമ്പുഴ പോയാലോ? മുട്ടറുക്കൽ, പൂമോടൽ എന്നീ പ്രസിദ്ധമായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ മാറി ആഗ്രഹസാഫല്യം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു പോരുന്ന ഒരമ്പലം. അപ്പോൾ ഇതാണ് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ഇവിടെ എത്തി ഇതുപോലെ ക്യൂ നിന്ന് റഷീദാക്കിയിട്ട് വേണം കേട്ടോ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോകാൻ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 9 മണി മുതൽ 10 മണി വരെ പൂമോടലിന്റെ ഭാഗമായിട്ട് മുട്ടറുക്കലൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പ്രസാദം കഴിച്ചു. നല്ല അടിപൊളി ഗോതമ്പ് ഉപ്പുമാവായിരുന്നു. കഴിക്കൽ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കയറുന്നു. അപ്പോഴേക്കും അമ്പലം തുറന്നു കേട്ടോ. പിന്നെ അതുപോലെ ക്യൂ ഒക്കെ നിന്ന് തൊഴുതിറങ്ങി പ്രസാദമൊക്കെ വാങ്ങി നേരെ അമ്പലക്കുളത്തിലൊക്കെ ഒന്ന് പോയി. ഈ തിരക്കൊക്കെ മുട്ടറുക്കലിനുള്ളതാട്ടോ. അപ്പൊ പിന്നെ വെയിറ്റ് ചെയ്യാൻ നിർത്തിയൊന്നുമില്ല. മുട്ടറുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യസാധ്യ മുട്ട, തൊഴിൽ മുട്ട, വിദ്യാഭ്യാസ മുട്ട, പരീക്ഷ മുട്ട തുടങ്ങി ഏകദേശം 35ഓളം മുട്ടറുക്കലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. തൊഴുതിറങ്ങി കുറച്ചു നേരം അവിടെ ഇരുന്നെങ്കിലും പണ്ടേ ക്ഷമയില്ലാത്തതുകൊണ്ട് കാത്തിരുന്ന് മടുത്തപ്പോൾ ഞാനോണി മറ്റുള്ളവരൊക്കെ നിർത്തി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഈ ഒരു കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കാല് കഴുകിയിട്ടോ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുക. ഈ ഒരു സംഭവം എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിന് ചുറ്റുമൊക്കെ നടന്നു, നല്ല സ്ഥലങ്ങൾ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത ലക്ഷ്യം നമ്മുടെ അവിടുത്തെ കടകളൊക്കെ ഒന്ന് ചുറ്റിക്കാണലായിരുന്നു. അമ്പലയാത്രയിൽ അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്ക് ഇഷ്ടമായ ചെറിയ പർച്ചേസ് ഒക്കെ നടത്തിയിട്ടോ. ഈ കടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു കോർണറാണ്. എത്രത്തോളം കുപ്പിവളകളാണെന്നറിയോ. പൊതുവെ കുപ്പിവള കണ്ടാൽ ഹരം കയറുന്ന ഞാൻ മനസ്സോടെ ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത കടയിലേക്ക് കയറി. അങ്ങനെ ആ വെയിറ്റിംഗ് സമയം ഞങ്ങൾ ചെലവഴിച്ചു. ഈ റിങ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ട് എപ്പോൾ അമ്പലത്തിൽ പോയാൽ വാങ്ങിച്ചിരുന്നതായിരുന്നു കേട്ടോ. ഗണപതിയുടെയും ഗുരുവായൂരപ്പന്റെയും ശ്രീകൃഷ്ണന്റെയും ഒക്കെ ഫോട്ടോ ഉള്ള നല്ല ഭംഗിയുള്ള റിങ്. പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടും മുട്ടറുക്കലിന്റെ വരി കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല. അപ്പോഴത്തേനും ഉച്ചത്തെ ഭക്ഷണത്തിന്റെ ക്യൂ തുടങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നവരൊക്കെ മുട്ടറുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഉണ്ണി ആ ക്യൂല് കയറുന്നു കേട്ടോ. ഞങ്ങൾ വരുന്നത് ഇത്രയും തിരക്കായപ്പോഴാണ് ഇവർ വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ക്യൂ എത്തിയപ്പോൾ ഞങ്ങൾ അകത്ത് കയറിട്ടോ. നല്ല അടിപൊളി സദ്യ, ചോറും സാമ്പാറും പുളിയിഞ്ചിയും അടിപൊളിയായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ തിരിച്ചു പോകുന്നു. അപ്പോൾ നിങ്ങളും വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഓർത്ത് വെച്ചോ. പുലർച്ചയ്ക്ക് 4 മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 7 മണി വരെയാണ് ഇവിടുത്തെ ദർശന സമയം. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. അപ്പോൾ പോട്ടെ, ബൈ.